ഹായ് എവരിവൺ. ഇന്ന് ഞാനിരിക്കുന്നത് ഫ്ലൈവിങ്സ് ഇൻ്റർനാഷണൽ കോളേജിലാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഫ്ലൈവിങ്സ് ഇൻ്റർനാഷണൽ കോളേജിലെ ഡയറക്ടർ JS സാറാണ്. സർ വെൽക്കം. സർ BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, അപ്പോൾ അതിലുള്ളൊരു ഡിഫറൻസ്, അതായത് BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സും BBA വിത്ത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സും, ഈ രണ്ട് കോഴ്സസ് തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണ് സർ? BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു കോഴ്സുണ്ട്. BBA വിത്ത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ BBA വിത്ത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള രണ്ട് കോഴ്സുകൾ ഇന്ന് നിലവിലുള്ളതാണ്. സത്യത്തിൽ ഒരു +2 കഴിയുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇവന് ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പം ഈ രണ്ട് കോഴ്സും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. BBA വിത്ത് ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ BBA എന്ന് പറയുന്നത് ജനറൽ BBA ആണ്. ജനറൽ BBA ബാച്ചുലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അതിനോടൊപ്പം ഷിപ്പിംഗ് ലോജിസ്റ്റിക്സിൻ്റെ അതല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അതൊരു ആഡ് ഓൺ പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ BBA മാത്രമേ UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അഥവാ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് ഇങ്ങനെയുള്ള ഈ ആഡ് ഓൺ ആയിട്ട് കൊടുക്കുന്നത് അത് UGC റെക്കഗ്നൈസ്ഡ് ആയിരിക്കില്ല. അപ്പോൾ സത്യത്തിൽ ഈ കോഴ്സിനെ കുറിച്ചൊരു അവയർനെസ് ഈ കുട്ടിക്ക് കൊടുക്കുക, ഈ സബ്ജക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് കുട്ടിക്ക് കൊടുക്കുക എന്ന് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷേ BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ കോർ പേപ്പർ വരുന്നത് ഷിപ്പിംഗ് ലോജിസ്റ്റിക്സാണ്. അതിൻ്റെ അകത്ത് മെയിൻ പേപ്പറുകൾ വരുന്നതെല്ലാം ലോജിസ്റ്റിക്സ് ഷിപ്പിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളായിരിക്കും. ചുരുക്കത്തിൽ ഈ കോഴ്സാണ് കുട്ടികൾ പഠിക്കേണ്ടത്. കാരണം ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മേഖലയിൽ ജോലി കിട്ടാനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആഡ് ഓൺ പ്രോഗ്രാമിനേക്കാൾ എപ്പോഴും നല്ലത് BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന കോഴ്സാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോഴ്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കൊടുക്കുന്ന സ്ഥാപനങ്ങൾ കുറവാണ്, യൂണിവേഴ്സിറ്റികളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്മിഷൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ കുട്ടികൾ പുറത്തു പോയി പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതാണ് എൻ്റെ വ്യത്യാസം വരുന്നത്. ഇനി സർ, നമുക്ക് ഈ പഠിച്ചാൽ തന്നെ BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അതിൽ എന്തൊക്കെ സാധ്യതകളാണ് സാർ ഉള്ളത്? ഇപ്പോൾ കേരളത്തിൻ്റെ പുറത്താണേലും അകത്താണേലും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത്? ആക്ച്വലി ഞാൻ പറഞ്ഞു, ഈ BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഒരു UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള റെഗുലർ പ്രോഗ്രാമാണ്. ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏവിയേഷൻ ഷിപ്പിംഗ് മേഖലകളിലാണ് ജോബ് പ്രധാനമായിട്ട് വരുന്നത്. ഇനി അതല്ല, ഈ ഡിഗ്രി ബേസിലുള്ള എന്ത് ജോബിനും അപ്ലൈ ചെയ്യാനായിട്ട് ഈ കുട്ടി എലിജിബിളാണ്. ലൈക്ക് ഒരു PSC ടെസ്റ്റ് എഴുതാനോ ഒരു ബാങ്ക് ടെസ്റ്റോ ക്ലറിക്കൽ ജോബോ വേറെ ഡിഗ്രി ഈസ് എൻ എലിജിബിലിറ്റി, അവിടെ ഈ കുട്ടിക്ക് അപേക്ഷ വയ്ക്കാം, ജോബിന് അപ്ലൈ ചെയ്യാം. അതുമാത്രമല്ല ഷിപ്പിംഗ് മേഖലയിൽ ഒരുപാട് ഓപ്പണിങ്സ് ഇന്ന് ഉണ്ട്. ഷിപ്പിംഗ് മേഖലകളിലായ ഒരുപാട് ഓപ്പണിങ്സ് കുട്ടികളെ ഈ മേഖലയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് വരുന്ന ജോബ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗ് ആൻഡ് മറൈൻ സെക്ടറിൽ ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് ഷിപ്പിംഗ് എക്സിക്യൂട്ടീവ്, പോർട്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ്, അത് എക്സ്പോർട്ടിലായാലും ഇമ്പോർട്ടിലായാലും. പിന്നെ ഫ്രൈറ്റ് ഫോർവേഡിംഗ് എക്സിക്യൂട്ടീവ്, കസ്റ്റം ക്ലിയറൻസ് ഏജൻറ്റ്, വെസൽ ഓപ്പറേഷൻ കോർഡിനേറ്റർ, മറൈൻ സർവേ അസിസ്റ്റൻ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ഷിപ്പിംഗ് ആൻഡ് മറൈൻ സെക്ടറിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ സെക്ടറിൽ വരുന്ന ഓപ്പണിങ്സ് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, വെയർ ഹൗസ് മാനേജർ, അത് ട്രെയിനി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും, ഇൻവെൻട്രി കൺട്രോൾ അനലൈസ്റ്റ്, ഡിസ്ട്രിബ്യൂഷൻ എക്സിക്യൂട്ടീവ്, ഫ്ലീറ്റ് മാനേജർ, ഇങ്ങനെ ഒരുപാട് ഓപ്പണിങ്സ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ സെക്ടറിൽ വരുന്നുണ്ട്. കൂടാതെ എയർ കാർഗോ ആൻഡ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് സെക്ഷനിലും ഓപ്പണിങ്സ് ഉണ്ട്. അതിൽ വരുന്ന ഓപ്പണിങ്സ് ആണ് എയർ കാർഗോ കോർഡിനേറ്റർ, കാർഗോ ഹാൻഡ്ലിംഗ് ഏജൻറ്റ്, ഗ്രൗണ്ട് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ളതായ ജോബുകൾ. അപ്പം ചുരുക്കത്തിൽ ജോബ് ഉറപ്പോടെ പഠിക്കുവാൻ കഴിയുന്ന ഒരു പ്രൊഫഷണൽ ട്രെൻഡി കോഴ്സാണ് BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ കോഴ്സാണ്. കാരണം അതിൽ സ്പെഷ്യലൈസ്ഡ് ചെയ്ത് പഠിക്കുന്ന കോഴ്സുകൾ അതാണ്. പലപ്പോഴും ഈ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർ അത് സ്പെഷ്യലൈസ്ഡ് പഠിച്ചവരാവണമെന്നില്ല. ജനറൽ BBA പഠിച്ചിട്ടുള്ളവർ പിന്നെ വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അവരങ്ങനെ വരുന്നതാണ്. പക്ഷേ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് പഠിച്ച ആളുകൾ നിൽക്കുമ്പോൾ അവരെ മറികടന്ന് മറ്റുള്ളവരെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത ഈ കോഴ്സ് തന്നെ പഠിക്കണമെന്ന് പറയാനായിട്ട് കാരണം. പിന്നെ സാർ, ഇതിൻ്റെ ഡ്യൂറേഷനൊക്കെ എങ്ങനെയാണ്? ഇപ്പം നമ്മൾ പഠിക്കുവാണെങ്കിൽ ഇതിൻ്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഇന്റേൺഷിപ്പ് ഉണ്ടോ? ഡ്യൂറേഷൻ ഓക്കെ.
ആക്ച്വലി ഒരു ഇന്റേൺഷിപ്പ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണിത്. ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആസ് യൂഷ്വൽ ഡിഗ്രി പ്രോഗ്രാം 3 ഇയർ ആണ് വരുന്നത്. 6 സെമസ്റ്ററാണ്. ഇംഗ്ലീഷാണ് മീഡിയം. എനി പ്ലസ് സ്ട്രീം പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷ വയ്ക്കുകയും അതുപോലെ തന്നെ ഈ കോഴ്സ് പഠിക്കുകയും ചെയ്യാവുന്നതാണ്. ഏത് സ്ട്രീമായാലും മതി. പക്ഷേ ഇതിൻ്റെ അകത്ത് മാർക്കിലുപരി സ്കില്ലാണ് വേണ്ടത്. പിന്നെ ഇതൊരു പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. പ്രൊഫഷണൽ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. കാരണം ഇൻഡസ്ട്രി കൊളാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് പഠിക്കാനും പറ്റത്തുള്ളൂ. ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല. അതിനപ്പുറത്തായിട്ട് ഇൻഡസ്ട്രി ആയിട്ട് കൊളാബ് ചെയ്തുകൊണ്ട് ഇപ്പം അങ്ങനെയുള്ള പല കോഴ്സുകളുണ്ടല്ലോ. ഇപ്പോൾ ഏവിയേഷൻ കോഴ്സ്, ഷിപ്പിംഗ് കോഴ്സ്, നോട്ടിക്കൽ സയൻസ്, ഇങ്ങനെയുള്ള കോഴ്സുകൾക്കൊന്നും ഒരു പ്രൊഫസർക്ക് തന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു ക്ലാസ് റൂമിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം സ്വാഭാവികമായിട്ടും ക്ലാസ് റൂമിന് പുറത്തായി കോളേജിന് പുറത്തായിട്ട് വിവിധ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ആ ഇൻഡസ്ട്രി ആയിട്ട് കൊളാബ് ചെയ്ത് കൊളാബറേഷനിൽ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണിത്. അപ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്സിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിന്റെ ഇന്റർവ്യൂ ഒക്കെ എങ്ങനെയായിരിക്കും? അതായത് ഇപ്പൊ നമ്മളൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുമ്പോൾ അതിന്റെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം അവരാ ഇന്റർവ്യൂ? ആക്ച്വലി ഞാൻ പറഞ്ഞു ഇതൊരു ഡിഗ്രിയാണ്. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇന്റർവ്യൂവിന് കുട്ടികൾക്ക് തന്നെ അവർ കാൻഡിഡേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ക്യാമ്പസ് ഇന്റർവ്യൂ നമ്മൾ തന്നെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വിവിധ കമ്പനികളിലേക്ക് നമ്മൾ ഈ കുട്ടികളുടെ CV ഫോർവേഡ് ചെയ്യും. എന്നിട്ട് ആ കമ്പനികളിൽ നിന്ന് ആളുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തി കുട്ടികളെ സെലക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ ആ കമ്പനികൾ ആവശ്യപ്പെടുന്ന അനുസരിച്ച് ആ കമ്പനിയുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് കുട്ടികളെ ലൈനപ്പ് ചെയ്ത് ഇൻ്റർവ്യൂവിന് അയക്കുകയും ചെയ്യുന്നു. എന്തായാലും സബ്ജക്റ്റ് ഈ മേഖലയിൽ ജോലി ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു കോഴ്സാണ് BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. ശരിക്കും പറഞ്ഞൊരു ഓൺടർപ്രണറായിട്ട് വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാവുന്ന ഒരു കോഴ്സാണ് BBA ഇൻ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്. ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മൾ സ്പെഷ്യലൈസ്ഡ് കോഴ്സ് തന്നെ പഠിക്കണം എന്നുള്ളതാണ്. കോർ സബ്ജക്റ്റ് വേണ്ടി തന്നെ പഠിക്കും. മറ്റ് പ്രോഗ്രാംസ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവരുടെ അസാന്നിധ്യത്തിൽ മാത്രമേ മറ്റുള്ളവർക്ക് പ്രിഫറൻസ് വരുള്ളൂ. ഈ കുട്ടികൾ ഇപ്പോൾ വളരെ പർട്ടിക്കുലറാണ്. അവർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് സ്റ്റഡി ചെയ്യും. അപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് ഒരു കോഴ്സ് പഠിക്കാനേ ഇവർക്ക് താല്പര്യമുള്ളൂ. BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കംപ്ലീറ്റ് ആയ ഒരു കുട്ടിക്ക് കേരളത്തിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്? ആക്ച്വലി ഈ BBA ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് കോഴ്സ് പഠിക്കാനായിട്ട് കുട്ടികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ. കാരണം ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനം, വല്ലർപ്പാടം വർക്കത്തിൻ്റെ പൂർത്തീകരണം, ഇതൊക്കെ ഒരുപാട് ജോബ് ഓപ്പണിങ്സ് ഇന്ന് കേരളത്തിൽ ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ ഈ കോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. സത്യത്തിൽ ഇപ്പോൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾ ലക്കിയായിരിക്കും. കാരണം ഒരു 3 വർഷം കഴിയുമ്പോൾ അവർ പഠിച്ചിറങ്ങുന്ന സന്ദർഭത്തിലേക്ക് ഈ വിഴിഞ്ഞം പദ്ധതികളൊക്കെ ഫുൾ ഫ്ലെഡ്ജഡ് ആവും. ഒരുപാട് ഓപ്പണിങ്സ് ഓട്ടോമാറ്റിക്കലി അവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള BBA ഷിപ്പിംഗ് ലോജിസ്റ്റിക്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ആയിരക്കണക്കിന് ഓപ്പണിങ്സ് ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം അത് മാത്രമല്ല, കുറച്ച് നാൾ കേരളത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് പോകാനും അത് മുഖാന്തരം എക്സ്പീരിയൻസ് മുഖാന്തരം ജോലിക്ക് പോകാനും കുട്ടികൾക്ക് കഴിയുമെന്നുള്ളത് ഇവർക്ക് കൂടുതൽ ഉത്സാഹം നൽകുന്നുണ്ട്. സോ അപ്പോൾ സർ ശരിക്കും പറയുവാണെങ്കിൽ BBA വിത്തും ഇന്നും തമ്മിലുള്ള ഡിഫറൻസ് പല കുട്ടികൾക്കും അറിയത്തില്ല. ഇപ്പോൾ സാർ അതിൻ്റെ ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതും അത് തന്നെയാണ്. BBA ഇന്ന് വിത്ത് തമ്മിലുള്ള ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.